ഒരു ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ത്രെഡ് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും കൂടി നമ്മുടെ കമൻസിലൂടെയും മറ്റൊക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അത് നമുക്കും എല്ലാവർക്കും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ നല്ലതായിരിക്കും. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ജനറലി ഒരു കാർ ഓഡിയോ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു പവർ സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് 1 farad ഓഫ് കപ്പാസിറ്റൻസ് ഫോർ എവറി 1000 watts ഓഫ് പവർ ആംപ്ലിഫയർ പവർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫാരഡ് കപ്പാസിറ്റർ ഒരു 1000 watt ആംപ്ലിഫയർ പവറിന് വേണം എന്നാണ് നിർബന്ധമല്ല, ഒരു റൂൾ ഓഫ് തമ്പ്. പക്ഷേ അത് യഥാർത്ഥ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ 1 farad ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം മൈക്രോ ഫാരഡാണ്. 10 ലക്ഷം മൈക്രോ ഫാരഡ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 10 ലക്ഷം മൈക്രോ ഫാരഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാറിനകത്തുള്ള സ്പേസ് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 farad, 1.5 farad, 2 farad ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സെയിം സംഗതി ആ ഒരു റൂൾ ഓഫ് തമ്പ് നമ്മളിങ്ങനെയുള്ള പവർ ആമ്പുകളിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതാണ് നമുക്ക് ചർച്ച ചെയ്ത് മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയാൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ആക്കി പറഞ്ഞാൽ കാണുന്നവനെ കാണുള്ളൂ. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം, അത് 500 + 500 ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് 2 പെയർ ഓഫ് കപ്പാസിറ്ററുകൾ ഓരോ സൈഡിലേക്ക് ഒരു ഡുവൽ സപ്ലൈ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 10,000 മൈക്രോ ഫാരഡ് 63 വോൾട്ടിൻ്റെ ഓരോ കപ്പാസിറ്റർ വെച്ചിട്ട് ഓരോ ഡുവൽ സപ്ലൈ സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ചാനലിലും ഈ ഒരു ചാനലിലും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇതിന്നിപ്പം പവർ ലോസ് വരുന്നുണ്ട് എന്നാണോ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക? അതായത് ആ റൂൾ ഓഫ് തമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലെ കപ്പാസിറ്റൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് കൂട്ടി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ? ശരിക്കും എത്ര കൊടുക്കേണ്ടി വരും? അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സ് എത്രത്തോളം പ്രധാനമാണ് ഒരു ആംപ്ലിഫയറിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി, അതുപോലെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് ഇവിടെ ലിങ്കിലിടാം. കൂടാതെ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ ചർച്ച, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അറിവ്, നിങ്ങൾ എത്രത്തോളം അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ കമൻറ്റിലിട്ടാൽ കൂടുതൽ ഡീറ്റെയിൽ ആക്കാൻ പറ്റും. അതായത് കൂടുതൽ നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ അതങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കൂടുതൽ പെർഫെക്റ്റ് പവർ സപ്ലൈ, സ്റ്റഡി നല്ല പവർഫുൾ സപ്ലൈ കിട്ടിയാലേ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കൂടുതൽ പഠിക്കാൻ നന്നാവും, ഈ ചർച്ചകൾ നന്നാവുന്ന എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു ത്രെഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലാണ്.